നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം വർക്കലയിൽ തന്നെയാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. വർക്കല മാറി. നിലവിൽ തന്നെ സർഫിംഗ് സ്കൂളും മറ്റ് സംവിധാനങ്ങളും ഇവിടെയുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അഡ്വഞ്ചർ സ്പോർട്സിന്റെയും വാട്ടർ സ്പോർട്സിന്റെയും കേന്ദ്രമാകുന്ന ഒരു ബീച്ചായി വർക്കല ബീച്ചിനെ മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനിവിടുത്തെ ബഹുമാനപ്പെട്ട MLA ശ്രീ ജോയുടെ നേതൃത്വത്തിൽ വലിയ ശ്രമങ്ങളാണ് നടത്തുന്നത്. കേരളത്തിലെ ടൂറിസം വകുപ്പ് ഇതിനെല്ലാ പിന്തുണയും നൽകുകയാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇതിപ്പോ 7ാമത്തേതാണ്. കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും മലപ്പുറവും തൃശ്ശൂരും എറണാകുളത്തും ഇപ്പോൾ തിരുവനന്തപുരത്തും വന്നു. ഇനി കൊല്ലവും ആലപ്പുഴ ജില്ലകളിൽ കൂടി വന്നാൽ 9 ഇടങ്ങളിലാവും. ഇത് പിന്നീട് മറ്റ് ജില്ലകളിൽ കൂടി വ്യാപിപ്പിക്കുക, അതായത് ഈ 9 ജില്ലകളിൽ വ്യാപിപ്പിക്കാൻ പറ്റും. മറ്റിടങ്ങളിൽ കടലില്ല. കടലുള്ള ജില്ലകളിൽ വ്യാപിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിലൂടെ ഒട്ടേറെ സഞ്ചാരികൾ ഇന്ത്യയിലെ മറ്റ് ഗോവ പോലുള്ള ഇടങ്ങളിലേക്ക് പോകുന്നവരുൾപ്പെടെ കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിന്റെ കടൽ ഇതിന് പറ്റിയതാണ് എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. അതിന്റെ ഭാഗമായി ഒട്ടേറെ സഞ്ചാരികൾ ഇപ്പോൾ കേരളത്തിലേക്ക് വാട്ടർ സ്പോർട്സ് താല്പര്യപ്പെട്ട് വരുന്നു. അത് ഇനിയും വിപുലപ്പെടുത്തണം. അതിന്റെ തുടക്കമാണ് വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. വർക്കലയിൽ ഇനിയും ഇതുപോലുള്ള വാട്ടർ സ്പോർട്സുകളുടെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തും. ഇത് ക്രിസ്മസ് സമ്മാനമാണ്. വർക്കലക്കും കേരള ജനതക്കുമുള്ള ക്രിസ്മസ് സമ്മാനമാണ്. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ, പുതുവത്സരാശംസകൾ. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജെറ്റ് സ്കൈയുടെ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ അത് ഓട്ടിച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ് ചെയ്തത്. സോ നൈസായിട്ടിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞു അടിപൊളിയായിരുന്നു എന്ന്.
തുറന്നതിന് ശേഷവും ഞങ്ങൾ കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് കറങ്ങുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് മുകളിലൂടെ ഇങ്ങനെയുള്ള ഒരു യാത്രയും അതുപോലെ ആ ഒരു എക്സ്പീരിയൻസ് ഇതിന്, അതായത് തിരയുടെ മുകളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ച് നിൽക്കുന്നത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എല്ലാവരും വർക്കലയിലേക്ക് വരിക, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനെ ആസ്വദിക്കുക. 120 രൂപയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്നത്. അതുപോലെ ഓരോ അഡ്വഞ്ചർ ആക്ടിവിറ്റിക്കും ഓരോ റേറ്റ് ഉണ്ട്, പിന്നെ കോംബോ ഓഫറും എല്ലാം ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും നമ്മുടെ വർക്കലയിലെ അഡ്വഞ്ചർ ആക്ടിവിറ്റിയും എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്തിട്ടാണ് മന്ത്രി അവിടെ നിന്ന് പോയത്. എന്തൊക്കെ തന്നെയായാലും ഇത്രയും നല്ലൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റിയും ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ഒക്കെ നമുക്ക് സമ്മാനിച്ച ഈ ഒരു മന്ത്രിയോടും MLA യോടും ഒക്കെ നമ്മുടെ നന്ദി അറിയിക്കുന്നു. സോ സ്റ്റേ ട്യൂൺ, യു ആർ വാച്ചിങ് ഇൻ വർക്കലക്കാരൻ.